ഈ പല മുസ്ലിം വാർത്തകൾ, ഈ ബംഗ്ലാദേശിന്റെ അടക്കമുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പരസ്യമാണ്. പരസ്യദാതാക്കളെ ഭയന്നാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നാൽ ഞങ്ങളുടെ പരസ്യം പിൻവലിച്ചു എന്ന് മുസ്ലിം സ്ഥാപനങ്ങളുടെ ഉടമകളോ അല്ലെങ്കിൽ അതിന്റെ ഏജൻസികളോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരസ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കാതിരിക്കുന്നത്. മറിച്ചുള്ള ഒരു സമീപനം തിരിച്ചും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറും. അതേ ഉള്ളൂ ഇതിന് മരുന്ന്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു നമ്മൾ കേട്ടു, കുംഭമേളയിൽ പോയി മുങ്ങി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പട്ടിണി മാറുമോ, ഇവിടുത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ബഹുമാന്യനായ വ്യക്തി എന്തെങ്കിലും ഒരിക്കൽ ചോദിക്കുമോ, മിനായിൽ പോയി കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലവസരം, ഇന്ത്യയിലെ ഹാജിമാർക്ക് തൊഴിലവസരം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയാൻ ധൈര്യമുണ്ട്? പൊതുവായിട്ടുള്ള എന്ത് സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പൊതുവായി നടപ്പാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് ഇസ്ലാം കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മതേതരത്വത്തിന്റെ പേരിലായാലും വിപ്ലവത്തിന്റെ പേരിലായാലും ഇവിടെ നിൽക്കുന്ന ഓരോ കക്ഷികളുടെയും നിലപാട്. പാലസ്തീൻ ഇസ്രായേലിനെ കയറി കൂട്ടമായ ഒരു മിന്നലാക്രമണം നടത്തി 10,200 പേരെ അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ വീരന്മാർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആഘോഷിച്ച മാധ്യമങ്ങളുണ്ട്. അവന്മാരുടെ വീരശൂര പരാക്രമം എങ്ങനെയുണ്ട് എന്ന് ആഘോഷിച്ച മാധ്യമങ്ങളുണ്ട്. തിരിച്ചടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിളിയായി, ആക്രമിക്കുന്നു പാവങ്ങൾ എന്നുള്ള നിലയ്ക്കായി. അവിടെ കൂട്ടുപിടിക്കാൻ ഈ നമ്മുടെ മാധ്യമങ്ങളാണ് മുന്നിൽ നിന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഹിന്ദു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഒരു പ്രകടനം, ഈ പ്രകടനം കണ്ടതിന്റെ അടുത്ത ദിവസം ഞാൻ പ്രവർത്തിച്ച പത്രത്തിൽ വാർത്തയിൽ ഹിന്ദുമത പരിഷത്ത് മഹാമണ്ഡലത്തിന്റെ സമ്മേളനമാണ് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഈ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു സഭ ചേരുന്നത്. ഇത്തരമൊരു വേദി ഇവിടെ ക്രമീകരിച്ചതിന് ആദ്യമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പത്ര റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 80കളിലെ ഒരു സമ്മേളനം, അതിലെ ഒരു യോഗം റിപ്പോർട്ട് ചെയ്യാൻ വന്നത് ഇന്നും അന്നത്തെ ആ സമ്മേളനം എൻ്റെ മനസ്സിൽ നിന്നും പച്ചപിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ അന്ന് ഇതിൻ്റെ വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്ന ശ്രീ മുടീത്ര ഭാസ്കര പണിക്കർ, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് തിരുവല്ലയിൽ നിന്ന് ശ്രീ MP മന്മഥനെ കൂടെ കൂട്ടിയാണ് ഞാൻ അന്ന് ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കാനെത്തുന്നത്. ഇവിടെ എത്തിയ അന്നത്തെ ആ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ശ്രീ മന്മഥൻ. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സ്വാമി സത്യാനന്ദ സരസ്വതി. ആ സമ്മേളനത്തിൽ ഞാൻ അന്ന് കണ്ട ഒരു വിശിഷ്ടമായ കാഴ്ച, മന്മഥൻ സാറും സ്വാമിജിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരസൂചകമായ വാക്കുകളിലൂടെ പരസ്പരം ബഹുമാനം ചൊരിയുന്നത്. മന്മഥൻ സാറ് സംപൂജ്യനായ സ്വാമിജിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമാണ്, ഒരു സന്യാസി വര്യനെ ആരും പാദപൂജ ചെയ്യാൻ ആഗ്രഹിക്കും. ആ നിലയ്ക്ക് നമ്മളത് കണ്ടു. തുടർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ സ്വാമിജി അക്ഷരാർത്ഥത്തിൽ മന്മഥൻ സാറിൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ കാരണം സ്വാമിജി അന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഗുരുവാണ്, ഞാൻ MG കോളേജിലാണ് പഠിച്ചത്, എൻ്റെ അധ്യാപകനാണ് ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സനാതന ധർമ്മവും മാധ്യമങ്ങളും എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സനാതന ധർമ്മത്തെ പറ്റിയുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരത്തെ ഇവിടുത്തെ സഭയിൽ മഹർഷി വര്യന്മാർ അക്കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സനാതന ധർമ്മത്തെ മാധ്യമങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാം എന്ന് ഞാൻ വാക്ക് തരികയാണ്. ഇവിടെ ശ്രീ സുനിലും ഷാജനുമൊക്കെ സംസാരിച്ചപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം പ്രയാഗരാജിൽ നടക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതില് പ്രയാഗരാജിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവിടെ കണ്ടത്, അവിടെ ഉണ്ടായ
ഒരു അപകടത്തിന്റെ വാർത്ത മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ കുംഭമേള വരുമ്പോൾ ഇതിപ്പോ 140 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സുനിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന്റെ 10 മടങ്ങിലേറെ ആളുകൾ ഇതുവരെ അവിടെ വന്ന് കുളിച്ച് ആചാരങ്ങൾ പാലിച്ച് പോയി കഴിഞ്ഞു. ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഈ ഒരു ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഹൈലൈറ്റ് എന്താണ്? കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിലേക്ക് പെട്ടെന്ന് എത്തുന്നത് കുറെ നഗ്ന സന്യാസിമാരുടെ ചിത്രമാണ്. ഈ വർഷത്തെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ? മൊണാലിസ. ആരാണ് മൊണാലിസ? അവിടെ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ പറ്റിയുള്ള ഹൈലൈറ്റ്സാണ്, അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളാണ് മാധ്യമങ്ങൾ നമുക്ക് പകർന്നത്. അല്ലാതെ 140 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ആഘോഷത്തിന്റെ പരിപാവനതയെ പറ്റിയോ ഇതിന്റെ പിന്നിലെ ആചാരങ്ങളെ പറ്റിയോ ഹിന്ദു വിരാട് രൂപമാണ് അവിടെ നമ്മൾ കാണുന്നതെന്ന് പറയും. എന്താണ് ഈ അവിടുത്തെ ആചാരങ്ങളുടെ പ്രത്യേകത? ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മാധ്യമം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു പ്രത്യേക പതിപ്പിറക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ അതിന്റെ പേരിൽ ഒരു പ്രത്യേക എഡിഷൻ ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് അപ്രോച്ച്, സനാതന ധർമ്മത്തോടുള്ള അപ്രോച്ച്. ഇതിനെപ്പറ്റി എങ്ങനെ പരിഹാസ്യമാക്കാം ഈ ആഘോഷത്തെ, ഈ ആചാരത്തെ എന്നുള്ളതാണ്. ഇത് വളരെ അപരിഷ്കൃതമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാര വേലകളാണ് നടക്കുന്നത്. നേരത്തെ ഈ അപകടം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ഇല്ല എന്നല്ല, അവരവിടെ ഉണ്ടായിരുന്നു. അവരുടെ അന്നത്തെ ജോലി മുഴുവൻ ഇവിടെ നിന്നുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വാർത്തകളും തപ്പിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ അവിടെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ചോദിക്കുന്നത് മൊണാലിസയുടെ പിന്നാലെ പോയവർ എന്തുകൊണ്ട് അഖില വിമലിന്റെ പിന്നാലെ പോയില്ല? ആവന്തിക ഭാരതി എന്ന പേരിൽ അവിടെ ഒരു യുവതി സന്യാസം സ്വീകരിച്ചു, അഭിഷേകം ചെയ്തു. അവരെ പറ്റി ഒരു ചെറിയ വാർത്ത വന്നു. ആ വാർത്ത വന്നത് അഖില വിമലിന്റെ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അവർ നിഖില വിമൽ എന്ന ചലച്ചിത്ര നടിയുടെ ചേച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എന്താണ്, ആരാണ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറിയാണ്. അതിലെ കാര്യം പോയിട്ടില്ല. എനിക്ക് ആ കുട്ടിയെ ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ആ കുട്ടിയാണ്. ആ കുട്ടി മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞ അത്യപൂർവമായിട്ടുള്ള ഒരു നേത്രരോഗം ബാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് ക്ലാസ്സിൽ വളരെ മിടുക്കിയായിരുന്ന കുട്ടി ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ആ കുട്ടിക്ക് കണ്ണിനെന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു, പെട്ടെന്ന് അതിൻ്റെ കാഴ്ചയ്ക്ക് എന്തോ മങ്ങലുണ്ടാവുന്നു. അത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശങ്കര നേത്രാലയത്തിൽ പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു, മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആന്ധ്യം ബാധിക്കുകയാണ്, നിങ്ങൾ പരിപൂർണ്ണ ആന്ധ്യയാകാൻ പോവുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ രോഗത്തിന് ചികിത്സയില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. അങ്ങനെ കൈയൊഴിഞ്ഞ വേളയിൽ അവിടെ ഒരു ജൂനിയർ ഡോക്ടർ ഈ കുട്ടിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, നിങ്ങൾ ശ്രീധരീയം എന്ന് പറഞ്ഞ കേരളത്തിലെ ആശുപത്രിയിൽ പോയി നോക്കുക, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി, പോയി നോക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്. അവിടെ നേത്രധാരയും ശിരോവസ്ഥയും അടക്കമുള്ള പാരമ്പര്യമായ കുറേ ചികിത്സകളൊക്കെ ചെയ്തു. ആ കുട്ടിക്ക് കുറച്ച് ചെറിയ രീതിയിലുള്ള അസുഖത്തിന് ഭേദമുണ്ടായി. പക്ഷേ പിന്നീട് വീണ്ടും പല സ്ഥലങ്ങളിലുള്ള ആയുർവേദ ചികിത്സകളിലൂടെ ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടി. ഇതൊരു വാർത്തയാണ്. കാരണം മോഡേൺ മെഡിസിൻ പാടെ കൈയൊഴിഞ്ഞ ഒരു അസുഖം, ആ കുട്ടി ആയുർവേദ ചികിത്സ കൊണ്ട് അതിന് കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളൊരു വാർത്തയാണ്. അതിനപ്പുറമുള്ള സംഭവം എന്ന് പറയുന്നത്, ഇതിന് കാഴ്ചയില്ലാത്ത സമയത്ത് ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടി ഇതിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നു. ആ സമീപിച്ച സമയത്ത് ഞാൻ അന്ന് കൊച്ചിയിലെ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടിക്ക് കൊച്ചിയിൽ അഡ്മിഷൻ മേടിക്കൊടുത്തു, ഡിഗ്രിക്ക് ലിറ്ററേച്ചറിന്. അവിടെ നിന്ന് മികച്ച മാർക്കോടുകൂടി ആ കുട്ടി പാസ്സായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മികച്ച വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്നു എന്ന് കരുതുന്ന JNUവിൽ അതിന് അഡ്മിഷൻ കിട്ടി. JNUവിൽ
ആ കുട്ടി PG ചെയ്തു. അതിനുശേഷം അവിടെ ഗവേഷണം ചെയ്തു. ആ ഗവേഷണം നമ്മുടെ ഫോക്ലോർ ആർട്ടിനെ പറ്റിയൊക്കെയായിരുന്നു. ആ സമയത്ത് അവൾ വീണ്ടും വന്ന് പടയണിയെ പറ്റി പഠിക്കണം, പടയണിയെ പറ്റി ഗവേഷണത്തിൽ പടയണി ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് കടമനിട്ട വാസുദേവപിള്ള സാറുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി. ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം ലഭിച്ചു. ആ കുട്ടി അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് വന്ന് ഏതാണ്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. എന്നിട്ടാണ് പ്രയാഗിൽ പോയി ആ കുട്ടി സന്യാസം സ്വീകരിച്ചത്. ഇത്രയും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, പഠിപ്പുള്ള, പല രീതിയിൽ സവിശേഷതകൾ പറയാനുള്ള ആ ഒരു കുട്ടിയുടെ സന്യാസത്തെ പറ്റി, സന്യാസ പ്രവേശത്തെ പറ്റി ഒരക്ഷരം നമ്മുടെ മാധ്യമങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സനാതനധർമ്മത്തിൻ്റെ നമ്മൾ കണ്ടെടുത്ത കുംഭമേളയിലെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് മൊണാലിസയുടെ മാല വിൽപ്പനയാണ്, മൊണാലിസയുടെ സൗന്ദര്യമാണ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പം ഇത് ഈ ഒരു സംഭവം മാത്രമല്ല, ഈ കുംഭമേളയിലെ രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. കുംഭമേള വന്നു കഴിഞ്ഞപ്പോൾ കുംഭമേളയിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹം. അപ്പം ഈ തീർത്ഥാടകരെല്ലാം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് എന്തോ ഒരു ആപത്തായിരിക്കും എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് നമ്മൾ കേട്ടു. കുംഭമേളയിൽ പോയി മുങ്ങിക്കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പട്ടിണി മാറുമോ, ഇവിടുത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ബഹുമാന്യനായ വ്യക്തി എന്തെങ്കിലും ഒരിക്കൽ ചോദിക്കുമോ, മിനായിൽ പോയി കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലവസരം, ഇന്ത്യയിലെ ഹാജിമാർക്ക് തൊഴിലവസരം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയാൻ ധൈര്യമുണ്ട്? അവിടെയാണ് നമ്മൾ സനാതനധർമ്മത്തോട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മുടെ ഇവിടുത്തെ മതേതര മുഖംമൂടിയുള്ള മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സനാതനധർമ്മവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം. നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ചപ്പാട് ഈ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും സനാതനധർമ്മത്തെ എന്തും പറയാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ HIV-യോടും മലേറിയയോടുമാണ് സനാതനധർമ്മത്തെ ഉപമിച്ചത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അതിന് പിന്നാലെ കൂടുകയും ചെയ്തു. ഏതെങ്കിലും മാധ്യമങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്നും വേണ്ട, പൗരത്വം എല്ലാവരും, എല്ലാ പൗരന്മാരും പേര് രജിസ്റ്റർ ചെയ്യണം, ഇന്ത്യൻ പൗരന്മാർ പൗരത്വ രജിസ്റ്റർ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോടുള്ള വിരോധം കൊണ്ടാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കുക, എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. അതേ സമയത്ത് ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ദാരിദ്ര്യം മാറുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, അതിനെപ്പറ്റി ഒരു പ്രതിഷേധവും ഇല്ല, അതിനെപ്പറ്റി ഒരു എഡിറ്റോറിയലും എഴുതാൻ ആരുമില്ല. അപ്പം ഈ രീതിയിലാണ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്. നമ്മൾ കോമൺ സിവിൽ കോഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ, എല്ലാവർക്കും പൊതു നിയമം വേണം. ഒരു മതേതരത്വ രാജ്യത്തിൽ മതേതരത്തിൻ്റെ മുഖംമൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ നീതി, തുല്യ നിയമം എന്നുള്ളതാണല്ലോ. ആ ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരാണ്. ആണിനും പെണ്ണിനും നമ്മൾ ലിംഗസമത്വം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏറ്റവും ആദ്യം വാചകം അടിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ്, മാർക്സിസ്റ്റുകളാണ്. ശരി, നിങ്ങൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു, ആണിനും പെണ്ണിനും തുല്യമായിട്ട് വിവാഹപ്രായം ഏകീകരിക്കുന്നു, 21 വയസ്സ് ആണിനും 21 വയസ്സ് പെണ്ണിനും എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ ഉടനെ മതം കണ്ടെത്തുകയാണ്. അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് കാഴ്ചകൾ. അപ്പം മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് എന്തോ മെച്ചം ഇതല്ല, അല്ലെങ്കിൽ ഒരു ആന്റി ഹിന്ദു ലൈൻ. ഇതാണ് സംഭവം. പൊതുവായിട്ടുള്ള എന്ത് സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പൊതുവായി നടപ്പാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് ഇസ്ലാം കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മതേതരത്വത്തിന്റെ പേരിലായാലും വിപ്ലവത്തിന്റെ പേരിലായാലും ഇവിടെ നിൽക്കുന്ന ഓരോ കക്ഷികളുടെയും നിലപാട്. ഇത് സനാതന ധർമ്മത്തോടുള്ള നമ്മളുടെ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടുകളിലേക്കുള്ള ചില ചൂണ്ട് പലവകളാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഈ മകരവിളക്ക് സമയത്ത് നമ്മൾ കണ്ടതാണ്. എല്ലാം വാർത്തകൾ, ഈ സമീപ വാർത്തകളെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മകരവിളക്കിന്റെ ദിവസം ശബരിമലയിൽ ദീപാരാധന നടക്കുന്നു. എല്ലാ ഭക്തന്മാരും അങ്ങനെ തൊഴുകൈകളുമായിട്ട് നിൽക്കുകയാണ്. അവിടെ ഒരു മാന്യൻ വകുപ്പ് മന്ത്രിയാണ്, കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ നിൽപ്പെന്നുള്ള രീതി ശ്രീകോവിലിൻ്റെ നേരെ മുന്നിൽ. എത്ര അശ്ലീലമായ ഒരു കാഴ്ചയായിരുന്നു ഭക്തരെ സംബന്ധിച്ചിടത്തോളം.
അതേസമയം ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 4 പതിറ്റാണ്ടോളം ഞാൻ പത്രപ്രവർത്തകനാണ്. ഞാൻ ധാരാളം സമ്മേളനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. സന്ധ്യാസമയത്ത് നടക്കുന്ന സമ്മേളനങ്ങൾ പലയിടത്തും മുസ്ലിം കേന്ദ്രങ്ങളിൽ ആണെങ്കിൽ ആ സമയത്ത് ഒരു വാങ്കുവിളി മുഴങ്ങാറുണ്ട്. ഈ പറഞ്ഞ പിണറായിയും ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ എല്ലാ കക്ഷികളും ഈ വാങ്കുവിളി കേട്ട് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അറ്റൻഷനായി നേരെ ഇങ്ങനെ തൂങ്ങി നിൽക്കുക, തലയും തൂങ്ങി നിൽക്കുന്നതിന് ഞാൻ എതിരല്ല. ആ ഒരു വിഭാഗത്തോടുള്ള ആദരം പ്രകടിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് മുസ്ലിം വാങ്കുവിളിയോട് ആദരം പ്രകടിപ്പിക്കാൻ ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടിവരില്ലാത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ശബരിമലയിൽ വരുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കാൻ തോന്നുന്നു? ഇതിപ്പം VN വാസവൻ മാത്രമല്ല, അതൊരു രാഷ്ട്രീയമാണ്. കെ രാധാകൃഷ്ണൻ വന്ന വകുപ്പ് മന്ത്രിയായി അവിടെ വന്ന സമയത്ത് ഇതേ നിപ്പായിരുന്നു. അതിന് മുമ്പ് സുധാകരൻ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു നിപ്പ്. സുധാകരൻ ഇപ്പം മാറിയിട്ടുണ്ട്, ഇപ്പം ഇങ്ങനെ താലമൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ മന്ത്രിയായിരുന്ന സമയത്ത് സുധാകരൻ നടത്തിയ കെട്ടുകാഴ്ചകളും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ. അപ്പം ഇത് ഹിന്ദുക്കളോട് ഞങ്ങൾ ഇങ്ങനെ പെരുമാറും എന്ന് പറഞ്ഞാൽ മറ്റവരെ ഒന്ന് സന്തോഷിപ്പിക്കാം. ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് വിരോധമാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ അപമാനിക്കലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പുറത്തൊരു പ്രീതി കിട്ടും. ഇവിടെ നേരത്തെ ശ്രീ ഷാജൻ സൂചിപ്പിച്ചതുപോലെ ഭാര്യരെ ഇപ്പം എടുത്തുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു രീതിയാണ്. ഇവിടെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറെ മുസ്ലിം സദസ്സുകളിൽ അവർക്ക് സ്റ്റേജ് കിട്ടും, അവിടെ അവർക്ക് പറയാൻ പറ്റും, അവരുടെ കുറെ പ്രീതി കിട്ടും. അതൊരു വോട്ട് ബാങ്കാണ്. ഇതൊരു വോട്ട് ബാങ്ക് അല്ല. സുനിൽ പറഞ്ഞാണ് അതിന്റെ സത്യം. കാരണം ഇതെല്ലാം ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഒരു സമാജമല്ല, ഒരു സമൂഹമല്ല, ഒരു കൂട്ടമല്ല, ഒന്നിച്ചൊരു അഭിപ്രായമില്ല. എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. ആർക്കും നമ്മളിവിടെ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോ നിലപാടെടുക്കാം എന്ന് വരുമ്പോൾ സംഘടിതമായിട്ട് നമ്മളെ ഒരു ശക്തിയല്ല എന്ന് തോന്നുമ്പോൾ നമ്മളോട് എന്തും പറയാം എന്നുള്ള ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോൾ നമ്മൾ പാലസ്തീൻ്റെ വിഷയം നമ്മൾ ഇവിടെ സംസാരിച്ചു. പാലസ്തീൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പാലസ്തീൻ ഇസ്രായേലിനെ കയറി കൂട്ടമായ ഒരു മിന്നലാക്രമണം നടത്തി 10,200 പേരെ അവിടെ മരിച്ചു കഴിഞ്ഞപ്പം കണ്ടോ വീരന്മാർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആഘോഷിച്ച മാധ്യമങ്ങളുണ്ട്. അവന്മാരുടെ വീരശൂര പരാക്രമം എങ്ങനെയുണ്ട് എന്ന് ആഘോഷിച്ച മാധ്യമങ്ങളുണ്ട്. തിരിച്ചടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിളിയായി, ആക്രമിക്കുന്നു പാവങ്ങൾ എന്നുള്ള നിലയ്ക്കായി. അവിടെ കൂട്ടുപിടിക്കാൻ നമ്മുടെ മാധ്യമങ്ങളാണ് മുന്നിൽ നിന്നത്, മാധ്യമങ്ങളാണ് അതിൻ്റെ കൂടെ നിന്നത്. പാലസ്തീൻ ഇരകളാണ്, അവിടെ ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് വരികയാണ്. അവരെ ആക്രമിച്ച ഭാഗം വിട്ടു. പിന്നീട് നടന്ന സംഭവം അതിൻ്റെ പല സമ്മേളനങ്ങൾ ഇപ്പൊ കോഴിക്കോട് ബീച്ചിലായാലും മറ്റു പലയിടത്തും സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ സമ്മേളനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമ്മേളനങ്ങൾ നടക്കുന്നു. അതിന്റെ ഏകദേശം അടുത്തടുപ്പിച്ചിട്ടാണല്ലോ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചു കഴിഞ്ഞ് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ വളരെ വലിയ വംശീയ കൂട്ടക്കൊല അവിടെ ഉണ്ടായി, വലിയ വംശഹത്യ നടന്നു. ആ കൂട്ടക്കൊല നടന്നിട്ട് ഈ ഇവിടുത്തെ മാധ്യമങ്ങൾ പെട്ടെന്ന് തരിച്ചു തിന്നതല്ലാത്ത വാർത്ത പോലും കൊടുത്തില്ല. കുറെ ദിവസങ്ങൾ അവിടെ നടന്ന ഹിന്ദുക്കളോടുള്ള വംശീയ ആക്രമണത്തെ നിസ്സംഗതയോടെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ചില വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ അത്ര ശ്രദ്ധിക്കാത്ത ചില പേജുകളിലൊക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിന്റെ വാർത്തകൾ കൊടുത്തത്. അതിനുശേഷം പ്രകടനങ്ങൾ നടന്നു ഇതിൽ പ്രതിഷേധിച്ച്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഹിന്ദു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഒരു പ്രകടനം, ഈ പ്രകടനം കണ്ടതിന്റെ അടുത്ത ദിവസം ഞാൻ പ്രവർത്തിച്ച പത്രത്തിൽ വാർത്തയില്ല. ആ വാർത്ത കാണാഞ്ഞതിന്റെ പേരിൽ എൻ്റെ ഒരു സുഹൃത്ത്, ഈ മറ്റേ പ്രകടനം കണ്ടിട്ട് വന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിന്റെ വാർത്ത കിട്ടുന്നത്, ഇത് വളരെ കഷ്ടമാണ്, വളരെ ചെയ്യുന്ന വളരെ തെറ്റാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് ബന്ധപ്പെട്ട ആളുകളെ നിങ്ങൾ വിളിച്ചു പറ. ഇവൻ നേരെ അവിടെ വിളിച്ചു. ഞങ്ങളുടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാളെ മുതൽ ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണെന്ന് പറഞ്ഞു. അവൻ ചോദിച്ച ഇതാണ്, അവൻ പറഞ്ഞത് പാലസ്തീൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നടന്ന സമ്മേളനം 1-ാം പേജിൽ വളരെ വലിയ ഗൗരവത്തോടു കൂടി നിങ്ങൾ കൊടുത്തു. ഇതിന്റെ വാർത്താ ചിത്രം എവിടെ? ഞാൻ ഇന്നലെ കണ്ടതാണ് ഈ സംഭവം, എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളത് ഉടനെ അത് പരിഹരിക്കും, ചെറിയ എന്തോ പ്രശ്നം പറ്റിയാണ്, കൃത്യമായിട്ട് പരിഹരിക്കുന്നുള്ളൂ. അടുത്ത ദിവസം മുതൽ ചെറിയ രീതിയിൽ വാർത്ത കൊടുക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. നമ്മുടെ മാധ്യമങ്ങൾ എന്തോ ഒരു വന്ധ്യത ബാധിച്ച് നിൽക്കുകയാണ് ഇത്തരം വാർത്തകളോട്. അപ്പൊ ഇത് ഷാജൻ പറഞ്ഞാണ് ഇതിന്റെ കറക്റ്റ് സംഭവം. ഇക്കോസിസ്റ്റം സനാതന ധർമ്മത്തോടും അതിന്റെ വാർത്തകളോടും ഒക്കെ ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റം ഈ രീതിയിലാണ് നിൽക്കുന്നത്.
മാധ്യമങ്ങൾ പൊതുവെ ഒരു മൈൻഡ് സെറ്റ്, മാധ്യമ പ്രവർത്തകരുടെ ഒരു മൈൻഡ് സെറ്റ് ഈ രീതിയിൽ ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഒരു 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 കുറെ പശുവിനെ കൊണ്ടുവന്നു. ഇപ്പോൾ പശുവിനെ കൊണ്ടുവന്നിട്ട് എവിടെ നിന്ന് പാല് കറന്നിട്ട് ഒരു പായസമേള ഒരു പൊതുറോഡ് നടത്തുക, ഒരു വാർത്ത ഉണ്ടാകത്തില്ല. അതേ സമയത്ത് ഇതിനെ തല്ലിക്കൊന്ന് അവിടെ നിന്ന് വെട്ടിക്കയറി ഇറച്ചി വെച്ചിട്ട് ബീഫ് മേള എന്ന് പറഞ്ഞ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുരോഗമന സംഭവമാണ്, വലിയ വാർത്തയുമാണ്. അത് ഇവിടുത്തെ പുരോഗമനമായിട്ട് മാറിയിരിക്കുകയാണ്. ആ രീതിയിലാണ് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ ഇവിടെ ഗാന്ധിജിയുടെ കാലത്തെയും ദീനദയാൽജിയുടെ കാലത്തെയും മാധ്യമങ്ങളെ പറ്റി പറഞ്ഞു. ഗാന്ധിജി എന്താ പത്രത്തെ പറ്റി പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത് ഒരൊറ്റ പരസ്യം പോലും പത്രത്തിൽ കൊടുക്കാൻ പാടില്ല, സത്യം അല്ലാതൊരു കാര്യം പത്രത്തിൽ എഴുതാൻ പാടില്ല. അദ്ദേഹം എങ്ങിന്റെയും നവജീവനും ഹരിജനും ഒക്കെ തുടങ്ങിയ സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ നടക്കൂ, ഇന്നത്തെ കാലത്ത് നടക്കുമോ? അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെ തുടങ്ങിയ മാധ്യമത്തിലാണ് ഞാൻ ജോലി ചെയ്തത്, മാതൃഭൂമി. നടക്കുമോ? ഇന്ന് മാതൃഭൂമി കാണൂ, പരസ്യമില്ലാതെ പത്രം നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല, വ്യാവസായികമായി നടക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് സത്യം പറയാം. ഇന്നത്തെ പത്രം എന്ന് പറയുന്നത് സത്യമല്ല, അർദ്ധസത്യമാണ്. അർദ്ധസത്യങ്ങൾ കൊണ്ട് ആറാട്ട് നടത്തുകയാണ് വാർത്തകളുടെ. ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ നടന്ന ഒരു സംഭവം, ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു. അതായത് ഇപ്പൊ ആദിവാസി വകുപ്പുകൾ, ട്രൈബൽ വകുപ്പുകൾ മറിച്ച് ഉള്ള വകുപ്പുകൾ ഈ പറഞ്ഞ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൈകാര്യം ചെയ്യട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൈകാര്യം ചെയ്യട്ടെ എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ഉന്നത കുലജാതർ ആയിട്ടുള്ള ആളുകൾ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരു വരി, ആ ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ട് ഇത് കേട്ടപാടെ നമ്മുടെ ആളുകൾ അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും എല്ലാം കൂടെ വാഴക്കൊലയുടെ ചിത്രവും വെച്ചിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലുള്ള ഒരു ക്ഷമ കാണിക്കാതെ ഇതിനെ ആഘോഷിക്കുകയാണ്. അപ്പം അർദ്ധസത്യങ്ങൾ വെച്ചിട്ടുള്ള വാർത്തകളാണ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൽപ്പിത കഥകളുടെ നമ്മൾ കണ്ടു. കഴിഞ്ഞൊരു ദിവസം ഡിജിറ്റൽ ഇത് വരുന്നു, നോട്ടേ വിട എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളെ വാർത്തകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള പേജുകൾ സകല പത്രങ്ങളും ഉണ്ട്. ഒരു പത്രമൊന്നും അതിന് ആരെ മാറ്റി നിർത്താനില്ല. അതിനകത്ത് ഇപ്പം മാറി നിന്നു എന്ന് അവകാശപ്പെടുന്ന ദേശാഭിമാനി 26-ാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത പരസ്യം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ കൊടുക്കായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മളിവിടെ വാർത്തകളെ കൈകാര്യം. ഇതിനകത്ത് ഒരു കാര്യം മാത്രം നമ്മൾ വളരെ ശക്തമായിട്ട് പിടിക്കേണ്ടത് എവിടെയാണ്? ഇതിന്റെ വരുമാനത്തിലാണ്. ഇപ്പോ എനിക്കറിയാം ഈ പല മുസ്ലിം വാർത്തകൾ, ഈ ബംഗ്ലാദേശിന്റെ അടക്കമുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പരസ്യമാണ്. പരസ്യദാതാക്കളെ ഭയന്നാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നാൽ ഞങ്ങളുടെ പരസ്യം പിൻവലിച്ചു എന്ന് മുസ്ലിം സ്ഥാപനങ്ങളുടെ ഉടമകളോ അല്ലെങ്കിൽ അതിന്റെ ഏജൻസികളോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പരസ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കാതിരിക്കുന്നത്. മറിച്ചുള്ള ഒരു സമീപനം തിരിച്ചും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറും. അതേ ഉള്ളൂ ഇതിന് മരുന്ന്. അപ്പൊ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതൊരു മാധ്യമ കാഴ്ചപ്പാട് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.